ജനാധിപത്യം അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം തന്നെയാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ആദ്യ ദിവസം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു തരത്തിലും ഭരണപക്ഷം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജനാധിപത്യത്തിന്റെ ആ ഒരു വസന്തം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുമ്പോൾ ഇന്നത്തെ കാര്യത്തിലും അത് തന്നെയാണ് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭരണഘടനയാണ് ഏറ്റവും പ്രധാനമായും ഈ സഭയിൽ മുഴങ്ങി കേൾക്കേണ്ടത് എന്നുള്ളതായിരുന്നു. By silencing the voice of the opposition is a non-democratic idea that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the constitution of India. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾക്കും മികച്ച പ്രോത്സാഹനം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് MP സ്ഥാനത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ പോലും വലിയ രീതിയിലുള്ള പ്രതികരണം, കയ്യടിയോട് കൂടിയുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് ലഭിക്കുന്നതും കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇന്ത്യ രാജ്യത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാതിരുന്ന ആ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തിന് കൈവന്നിരിക്കുന്നു. എന്തായാലും ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ത്യ മുന്നണി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രാതിനിധ്യം അതിശക്തമായി തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഇല്ലാതിരുന്ന നിലയിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 10 മടങ്ങ് ശക്തിയോടുകൂടി തന്നെ കോൺഗ്രസിന്റെ സാന്നിധ്യം പാർലമെന്റിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തായാലും ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഒരുപക്ഷെ MP സ്ഥാനം പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളിലൂടെ പോകേണ്ടി വന്ന ഒരു വ്യക്തി ഇത്തവണ പ്രതിപക്ഷ നേതാവായി ഈ സഭയിൽ ഇരിക്കുക എന്ന് പറയുന്നതും അത് ജനാധിപത്യത്തിന്റെ മറ്റൊരു മനോഹാരിത എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു സംഭവമായിരുന്നു ഇന്ന് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സവിശേഷമായിട്ടുള്ള സാഹചര്യം. ഓം ബിർള 2ാം വട്ടവും ഇത്തവണ സ്പീക്കറായി ഈ സഭയുടെ നാഥനായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഭരണകക്ഷി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല രാഹുൽ ഗാന്ധി അത്തരത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുമെന്നും. ഒപ്പം തന്നെ അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൽ അടിവരയിട്ട് പറയേണ്ടത്, ഈ സഭയിൽ മുഴങ്ങി കേൾക്കേണ്ടത് ഭരണഘടനയുടെ തത്വങ്ങളാണ് എന്നുള്ളൊരു കാര്യം, ആ നിലയ്ക്ക് വരുന്ന പ്രതികരണമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും അതിനുശേഷം ചില അപ്രിയ സംഗതികൾ കൂടി ഈ സഭയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യം ഇത്തവണ ഈ സഭാനാഥൻ ഓം ബിർള ഇത്തരത്തിൽ ഒരു പ്രസ്താവന പോലെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഏതാണ്ട് ജനാധിപത്യത്തിന്റെ ഒരു കരിദിനം എന്ന നിലയിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ദിവസം കൂടിയാണ്. അത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആ ഒരു ദിവസത്തിന്റെ ഓർമ്മ കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ അദ്ദേഹം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന, അതിൽ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള വിമർശനം രേഖപ്പെടുത്തി അതിൽ ചൂണ്ടിക്കാണിച്ചത് ഇത്തരത്തിൽ അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യം, മുൻ വർഷങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്തിരുന്ന ഒരു കാര്യം വീണ്ടും അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലാണ് വിമർശനം എന്തായാലും ഉയർന്നത്. എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഭരണപക്ഷിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അത്തരത്തിൽ വളരെ വേഗം കഴിഞ്ഞ തവണകളിൽ ഉണ്ടായിരുന്നത് പോലെ ഏറ്റവും സുഗമമായി അവരുടെ ഭരണം കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിപക്ഷം ഇവിടെയുണ്ട്. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ജനാധിപത്യം അതിന്റെ വസന്തോത്സവത്തിലേക്ക് കടക്കട്ടെ.